എല്ലാവർക്കും നമസ്കാരം. നന്ദവേദ യോഗ സെന്ററിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ആൾക്കാർ ഇതന്നെ ചോദിക്കട്ടെ. ഇപ്പൊ ഓരോരോ പോസ്റ്ററിനെ കുറിച്ചിട്ട് ഇപ്പൊ ഒരാള് ഹലാസൻ എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹലാസൻ ഒക്കെ കുറച്ച് പ്രാക്ടീസ് ആയവർ ചെയ്യേണ്ടതാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളാന്ന് വിചാരിക്കുന്നു. കാരണം നല്ലൊരു പോസ്റ്ററാണ്, പക്ഷെ അത് കുറച്ച് പ്രാക്ടീസ് ആയവർ ചെയ്യേണ്ടതാണ്. എന്തായാലും ഞാൻ ചെയ്ത് കാണിക്കാം. ഹലാസൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഞാൻ കുറച്ച് താഴത്തേക്ക് കിടക്കാം, എന്നാലേ നിങ്ങൾക്ക് കാണുള്ളൂ. നമ്മൾ മലർന്ന് കിടക്കുക. അത് കഴിഞ്ഞിട്ട് കൈ ചേർത്ത് വയ്ക്കുക. ഫസ്റ്റ് കാല് പൊന്തിക്കുക. നമുക്ക് ഇതിന് ഉത്തൻ പാദാസൻ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ബോഡി ഉയർത്തുക, ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട്. ഇത് കംഫർട്ടായി തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കാല് നേരെ പുറകിലേക്ക് കൊണ്ടുപോകണം. ഇതാണ് ഹലാസൻ എന്ന് പറയുന്നത്. ഇത് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. പ്രാക്ടീസ് ഉള്ളവർക്ക് ചെയ്യുന്നതാണ്. വളരെ ബെനിഫിറ്റ്സ് ഉള്ളൊരു പോസ്റ്ററാണിത്. ഓക്കെ, അത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുക. നെക്ക് ഇഞ്ചുറി ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിച്ച് ചെയ്യാം. അത്രയേ പറയാനുള്ളൂ. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരുപാടല്ല ആളുകൾ വിളിക്കുന്നുണ്ട് ക്ലാസ്സിനെ കുറിച്ച് അറിയാനും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും. പക്ഷെ എല്ലാവരും ഓരോരോ എക്സ്ക്യൂസുകളാണ്. ഇന്ന ദിവസം കല്യാണം, അല്ലെങ്കിൽ ഇന്ന ദിവസം വേറൊരു പ്രോഗ്രാം, അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം. നിങ്ങൾ ദയവ് ചെയ്തിട്ട് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാന്നുള്ളതല്ല, വ്യായാമത്തിന് നിങ്ങൾ ഒരു എക്സ്ക്യൂസ് കൊടുക്കല്ലേ. അത് ഇപ്പം തന്നെ തുടങ്ങുക. 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പൊ ഇത് ഹലാസൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിച്ച ആളൊക്കെ ഇനി അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരാൾ ചോദിക്കണത്, ഓരോരുത്തരും ചോദിക്കണത് ഇതിലിടുന്നത് അതേ സംശയം വേറുള്ളവർക്കുണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോട്ടെ വെച്ചിട്ടാണ്. ഓക്കെ, അതികഠിനമായിട്ടുള്ള ചൂടാണ്. സോ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹെൽത്ത് നോക്കുക. നമ്മുടെ ക്ലാസ്സുകൾ വേണ്ടവർ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഇത് നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ടൈമിന് നമ്മൾ ക്ലാസ് എടുത്തരുന്നതാവും. അതുപോലെ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്രേ പറയാനുള്ളൂ. വീണ്ടും പറയണു, നല്ല ചൂടാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം അടുത്തൊന്നും ഇങ്ങനെ ഇത്രയും ഒരു ഇത് വന്നിട്ടില്ല ഈ 2-3 ദിവസമായിട്ട്. പ്രത്യേകിച്ച് ഞാൻ പാലക്കാട് ജില്ലക്കാരനാണ്. പാലക്കാട് ജില്ലയിൽ വളരെ ചൂട് കൂടുതലാണ്. അപ്പം ഇത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം.